നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നില്ലേ, രണ്ട് നല്ല കാര്യമുണ്ട്. ഒന്ന് ഗീവ് അവേ, സ്ഥിരം പറയുന്നതാ 23-ാം തീയതി വരെയാണ് ഏറ്റവും ബെസ്റ്റ് കമൻറ്റിന്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഏറ്റവും കുറേ നല്ല കമൻസ് ചെയ്യുന്ന കുറച്ച് കമൻസ് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ലോട്ടിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ക്രിസ്മസ് ഗിഫ്റ്റാണ് സമ്മാനം. അത് കഴിഞ്ഞ് ഒന്നാമത്തെ കാര്യം കഴിഞ്ഞു. രണ്ടാമത്തെ, ഈ പലരും പ്രൈസ് എന്ന് ചോദിക്കുന്നത് സ്ക്രീനിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന ആ പ്രൈസ് അത് കാണുന്നില്ല. മുകളിൽ എഴുതിയിട്ടില്ലേ, ഇത്ര ഒരു എമൗണ്ട് എഴുതിയിട്ടുണ്ട്, പിന്നെ 1, 2 എന്നൊക്കെ നമ്പർ ഇട്ടിട്ടുണ്ട്. അത് സാരിയുടെ നമ്പർ. ചിലർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയത്തില്ല. അപ്പോൾ അവർ ആ നമ്പർ പറയും. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ പറയരുത്, നമുക്ക് വലിയ മെനകേടാ. കാരണം ഞങ്ങൾ പോയി നമ്പർ നോക്കിയിട്ട് വേണം സാരി പറയാൻ. സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയത്തില്ലാത്തവർ അപ്പം ഉണ്ടല്ലോ, ഇത് എന്നാണെന്നറിയോ, ഇതേ ഈ റീസ്റ്റോക്ക് സാരി കാണിക്കാൻ. ഇതാണ് അടുത്ത എൻ്റെ സന്തോഷ വാർത്ത. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ കാണിച്ചതാ. ഈ സാരിയുടെ എന്തുമാത്രം ആവശ്യക്കാരുണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ ചുമ്മാ ആ സാരി ഉടുത്ത് ഒരു റീലൊക്കെ ഇട്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ സ്റ്റോക്ക് മുക്കാലും തീർന്നു. ഞങ്ങൾ പിന്നെ അന്ന് വൈകിട്ട് വീഡിയോ കയറിയപ്പോഴത്തേക്കും കുറച്ച് സ്റ്റോക്കും കൂടെ ഒരു വിധത്തിലൊക്കെ സംഘടിപ്പിച്ച് ഓർഡറൊക്കെ കൊടുത്ത് റെഡിയാക്കി. പക്ഷെ അവിടെ കൊണ്ടൊന്നും നിന്നില്ല. റീസ്റ്റോക്ക് എന്നും പറഞ്ഞ് ഒത്തിരി പേര് ചോദിച്ചു. അപ്പം റീസ്റ്റോക്ക് ഇത്രയും വേഗം വരും എന്ന് ഞങ്ങൾക്ക് പോലും പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട്, വളരെ മൈന്യൂട്ടായിട്ടുള്ള. ഇതിനകത്ത് ഗ്രീനിൻ്റെ ഒരു അംശം ഇച്ചിരി കൂടുതലുണ്ട്, ഗ്രീനിൻ്റെ. പിന്നെ യെല്ലോ ആണെങ്കിൽ ഒരു എന്നാ പറയുന്നത്, ഒരു തെളിഞ്ഞ യെല്ലോയാണ്. ഒത്തിരി തെളിഞ്ഞതല്ല. മറ്റേതെന്ന് പറഞ്ഞാൽ ഡാർക്ക് യെല്ലോ ആയിരുന്നു, അങ്ങനത്തെ യെല്ലോ ആയിരുന്നു. ഇതങ്ങനെയല്ല. ബാക്കി എല്ലാം സെയിം ആകട്ടോ. താഴത്തെ ബോർഡർ ഇത് 2 രീതിക്കുള്ള ബോർഡർ വന്നിട്ടുണ്ട്. ഒരു ബോർഡർ ഇതാണേ, മുകളിലത്തെ ബോർഡർ ഇത്. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങളിപ്പോൾ ഞാൻ സാരി ഉടുത്തിട്ടുള്ള ഫോട്ടോ കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഉടുത്തിരിക്കുന്ന ബ്ലൗസ് അതിൻ്റെ ബ്ലൗസ് അല്ല. ഇതാണ് മുന്താണി. കണ്ടോ, ഇങ്ങനെ വരും മുന്താണി. ബ്ലൗസ് വന്നിട്ട് ഇതിൻ്റെ മുന്താണി കാണിച്ചില്ലായിരുന്നോ? മുന്താണിയും ബ്ലൗസ് ഏകദേശം സെയിമാണ്. ഇങ്ങനെ വരും മുന്താണി, ഇത് വരും ബ്ലൗസ്. ആ ബ്ലൗസ് തയ്ച്ചിട്ട് കഴിഞ്ഞാൽ കുറേ കൂടെ ഭംഗിയായിരിക്കും. ഞാൻ വെറുതെ ഒരു ഗ്രീൻ കളറുള്ള ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് എടുത്തിട്ടതാ. എനിക്ക് ഈ സാരി ഉടുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ബ്ലൗസ് എനിക്ക് അങ്ങനത്തെ ബ്ലൗസ് അല്ല തന്നെ ഇടുന്നത് എനിക്കിഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് അത് അല്ല. ഇനി ഇതിൻ്റെ വേറൊരു പ്രിൻറ്റും കൂടെ ഉണ്ട്, അതും കൂടെ കാണിക്കാവേ. വേറൊരു പ്രിൻറ്റും കൂടെ എന്നല്ല, ബോർഡറിൻ്റെ ഡിസൈൻ. മുമ്പേ വന്നപ്പോൾ ഇവിടെ ഒരു സ്ക്വയറുള്ള ഡിസൈൻ അല്ലായിരുന്നു ഫസ്റ്റിലത്തെ, ഇത് സെക്കൻഡ്. സെയിം സാരി എല്ലാം സെയിം. ഈ ഒരു ഇവിടുത്തെ ഒരു പ്രിൻറ്റിൻ്റെ ഇതിലെ ഒരു മെഹന്തി കളറ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. നല്ല രസമാണ്. കോപ്പർ എന്ന് പറയാൻ പറ്റത്തില്ല, മെഹന്തി ഡിസൈന്, മെഹന്തി സെറിയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഡിസൈനിലുള്ള ഒരു ചെറിയ വ്യത്യാസം ഞാൻ രണ്ടും കൂടെ ഒന്ന് അടുപ്പിച്ച് വെച്ച് കാണിക്കാം. അപ്പോൾ ശരിക്കും വ്യത്യാസം മനസ്സിലാകും. ബാക്കിയെല്ലാം സെയിമാണ്. എന്നും കൊണ്ട് ഇത് രണ്ടും കൂടെ കൂട്ടി വെച്ച് സ്ക്രീൻഷോട്ട് എടുക്കരുത്. ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ സ്ക്വയർ ഒരു ഡിസൈന്, ഇതിൻ്റെ ഇവിടെ റൗണ്ട് ആയിട്ടുള്ള ഡിസൈന്. രണ്ടും ഒരേ സാരി, എല്ലാം ഒന്ന് തന്നെ. നമ്മുടെ ജൂട്ടാണ് മെറ്റീരിയൽ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ പൊന്നു തമ്പുരാനെ, ഞാൻ മടുത്തു. ഞാനെന്നല്ല, ഒത്തിരി നമ്മൾ ഈ ഓൺലൈനിൽ ഇത് ചെയ്യുന്ന ആൾക്കാരൊക്കെ പലരും തമ്മിൽ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് പറയാം, എല്ലാം കണ്ടിട്ട് ഒരേ വിലയുടെ പല സാധനം. ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമാണ്, അരി, ആപ്പിള്, ഇങ്ങനെയൊക്കെ കണ്ട ഒരുപോലല്ലേ ഇരിക്കുന്നത്. എല്ലാം ഒന്നല്ല. അവിടെ അത്രയും റേറ്റേ ഉള്ളൂ, ഇവിടെ അത്രയും റേറ്റേ ഉള്ളൂ. എൻ്റെ പൊന്നെ, ക്വാളിറ്റി വ്യത്യാസം ഭയങ്കരമായിട്ടുണ്ട്. ഒരേപോലെ ഇരിക്കുന്ന ഒരേ പ്രിൻ്റ്, ഒരേ ഡിസൈൻ വന്നു കഴിഞ്ഞാൽ മെറ്റീരിയൽ ഒന്നല്ല, രണ്ട് നല്ല വ്യത്യാസം കാണും. പിന്നെ അതിൻ്റെ വീവിങ്, അതിൻ്റെ സെറി, അതിലെല്ലാം വ്യത്യാസമുണ്ട്. അല്ലാതെ ഇന്നത്തെ കാലത്ത് ഇതുപോലെ ഓൺലൈൻ സെയിൽ നടക്കുമ്പോൾ ആർക്കെങ്കിലും അങ്ങനെ പറ്റിക്കാൻ പറ്റുമോ? അത് മനസ്സിലാക്കാതെ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് പറയും. ഇന്നലെ ഒരു പുള്ളിക്കാരത്തി ഏതോ ഒരു വീഡിയോ എടുത്തായിട്ട് എനിക്ക് അയച്ചു തന്നു, വെറുതെ ഇരിക്കുമ്പം കാണാൻ. ഞാൻ വെറുതെ ഇരിക്കാറേ ഇല്ല, ഉറങ്ങുമ്പോൾ മാത്രമേ എഴുതാറ്. ഞാൻ കണ്ടൊന്നുമില്ല. എനിക്ക് അന്നേരം മനസ്സിലായി ഇങ്ങനത്തെ എന്തോ കേസ് കിട്ടാന്നത്. ഞാൻ എൻ്റെ പെൺപിള്ളേർ പറഞ്ഞു ഇങ്ങനെ എന്തോ ഇതാണെന്ന്. ഞാൻ പറഞ്ഞു നിങ്ങളതൊന്നും പറയാൻ പോകണ്ട, എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോൾ അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. അല്ലെങ്കിൽ നമുക്ക് എന്നാ ചെയ്ത് നമ്മോട് വാങ്ങിക്കണ്ട. അങ്ങനെ വിശ്വാസം ഇല്ലാത്തൊരു വാങ്ങിക്കണ്ടെന്നേ. എനിക്കൊരു കുഴപ്പമില്ല. സ്റ്റോറി വന്ന് ഡയറക്റ്റ് വാങ്ങിക്കുവാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും അത് സാധിക്കത്തില്ലല്ലോ. അത് പോട്ടെ. ഇനി വേറെ നല്ലൊരു സൂപ്പർ ഒരു സാരിയാണ്. എൻ്റെ അഭിപ്രായം സൂപ്പർ എന്ന് പറഞ്ഞാൽ ഹാൻഡ്ലൂം കോട്ടനാണ്. നല്ല രസമുണ്ട്, സിമ്പിൾ ബട്ട് എലഗൻറ്റ്. ഈ സാരി ഫുള്ള് പ്ലെയിനാണ്. എന്നിട്ട് ഇതിലേക്കൂടി ഇത് കണ്ടോ, ഒരു കുഞ്ഞ് സെറിയാണ് പോയിരിക്കുന്നത്. സെറി എന്ന് പറഞ്ഞാൽ ഒരു കര പോലൊരു സാധനം. ഇതിൻ്റെ ആകെയുള്ള ഹൈലൈറ്റ് ഈ ഒരു മെഹന്തി സെറിയാണ്. മുന്താണിയെ വന്നിരിക്കുന്ന ഈ ഒരു മെഹന്തി സെറി, പിന്നെ ഈ ഒരു
മറ്റേ നമ്മുടെ ടാസിലും എല്ലാം കൂടെ പിടിപ്പിച്ച് സിമ്പിൾ സാരിയാണ്. അപ്പം ഇതിന് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ, ഇപ്പം ബ്ലാക്ക് ആയതുകൊണ്ട് ബ്ലാക്കിന് നിങ്ങൾക്ക് യോജിക്കും എന്ന് തോന്നുന്ന ഏത് കളറിൻ്റെ വേണേലും ബ്ലൗസ് വെയർ ചെയ്യും. കാരണം പ്ലെയിൻ സാരി ആണല്ലോ. ഇതിന് വിത്ത് ബ്ലൗസ് വേണമെങ്കിൽ ഇത്തന്നെ കട്ട് ചെയ്തെടുക്കാം. പക്ഷെ ബ്ലാക്ക് ബ്ലൗസ് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. വേറെ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇതിൻ്റെ മെഹന്തി സെറി എന്ന് പറയുന്നത് ഭയങ്കര ഒരു രസം. ഹാൻഡ്ലൂം കോട്ടൺ, പ്യുവർ ഹാൻഡ്ലൂം കോട്ടൺ ആണ് മെറ്റീരിയൽ. നല്ല സുഖമാണ് ഇടാൻ. എന്നു വെച്ചാൽ കോട്ടൻ്റെ ആ ഒരു ഇത് കിട്ടുകയും ചെയ്യും, എന്നാൽ ഭയങ്കര സോഫ്റ്റാണ്. താൻ ഒഴുകിപ്പോകുന്ന രീതിക്കല്ല. ഇതുണ്ട്, ഇത്രയേ ഉള്ളൂ കനം. ഹാൻഡ്ലൂം കോട്ടൺ അറിയാമല്ലോ. ഹാൻഡ്ലൂം കോട്ടൺ ഇതുള്ളതും വരുന്നുണ്ട് കേട്ടോ. ഒരു മാതിരി അത്യാവശ്യം സ്റ്റാർച്ച് ഉള്ളതും വരുന്നുണ്ട്, അല്ലാത്തതും വരുന്നുണ്ട്. അതിൻ്റെ കളർ വെറൈറ്റീസ് കാണിക്കാം. ഇതോടെ പോയി മറ്റേത് അടുത്ത ഇതെടുത്താണ് ഞാൻ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്കിപ്പം നിങ്ങൾ കണ്ടിട്ട് കാണും. സാരി ഉടുത്ത് നിൽക്കുന്നത് ഈ സാരിയാണ് ഉടുത്തിരിക്കുന്നത്. ഞാൻ അതിനിട്ടിരിക്കുന്നത് നമ്മുടെ ഒരു അജ്രക്ക് പ്രിൻറ്റ് വരുന്ന റെഡിമെയ്ഡ് ബ്ലൗസാണ്. അത് പ്രിൻറ്റഡ് ബ്ലൗസാണ്. എനിക്ക് എൻ്റെ ഒരു ഇഷ്ടത്തിൽ പ്രിൻറ്റഡ് ബ്ലൗസ് അതിന് നല്ലതായിരിക്കും എന്ന് തോന്നി. ഞാൻ അതുകൊണ്ട് പ്രിൻറ്റഡ് ബ്ലൗസാണ് എടുത്തത്. ഇത് കണ്ടോ, ഇതാണ് ഡാർക്ക് മെറൂൺ. ഇതിൻ്റെ സെറിക്ക് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. മറ്റേതിനെ കഴിഞ്ഞ് ഒരു ഇച്ചിരി കൂടി വീതിയുണ്ട്. ആദ്യം കാണിച്ചതിന് അത്രയും വീതിയില്ല. ഇതിനൊരു ചെറിയ ബോർഡർ പോലെ ചെറുതായിട്ടുണ്ട്, നേരത്തെ ഒരു ബോർഡർ ഉണ്ട്. ഇങ്ങനെ തന്നെയാണ്. ഇതിന് വിത്ത് ബ്ലൗസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വിത്ത് ബ്ലൗസ് ഇത് തന്നെ ഇടുന്നത് ഒരു വേണേ ഇടാട്ടോ, ഇടാൻ മേലാഴികൊന്നുമില്ല. നോക്കിയത് അടുത്തത് കളറ് നേവി ബ്ലൂ. ഇതിൻ്റെ ഈ ഒരു സെറി നല്ല സ്റ്റാൻഡേർഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇതാണ് കേട്ടോ. ഞാൻ പറയട്ടെ, ഞാൻ എന്നിട്ട് എനിക്കൊരു മണ്ടത്തരം പറ്റി, ഞാൻ ഓർത്തില്ല. ഞാൻ ശരിക്കും ഒരു പേളുമാല, നല്ല ഇത് ലെയറായിട്ടുള്ള ഒരു പേളുമാലയൊക്കെ വിടണം എന്നൊക്കെ രാവിലെ വിചാരിച്ചിരുന്നതാണ്. അടുപ്പിച്ച് 2-3 സാരി കൊടുത്തപ്പോഴത്തേനും ഞാൻ അങ്ങ് അവശയായി. അപ്പോൾ അതെല്ലാം മറന്നുപോയി. നല്ല രസമായിരിക്കും. ഒരു ഈ പറയല്ലേ, ഒരു ക്ലാസ് ടച്ച് അല്ലെങ്കിൽ ഈ സാഹിത്യകാരി ജീനിയസ് ബുദ്ധിജീവി ടച്ചൊക്കെ കിട്ടുന്ന സാധനം അതാണിത്. എന്താ നേവി ബ്ലൂ വിത്ത് മെഹന്തി സെറി വരുന്ന മുന്താണി. ഇതിൻ്റെ മുന്താണിയിൽ ഇത് കണ്ടോ, 2 കളറിലാണ് ടാസിൽ പിടിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു യെല്ലോ പോലത്തെ കളറും ഉണ്ട്, ഇതുണ്ട്. പിന്നെ വീഡിയോയിൽ കാണുന്നതിലും കുറച്ചും കൂടി ഡാർക്കാണ്, നല്ല ഡാർക്കാണ് സാരി. വീഡിയോയിൽ ഇച്ചിരി തെളിഞ്ഞാണ് നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. നല്ല നേവി ബ്ലൂ ആണ്. ആർക്ക് കണ്ടാലും ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടുന്ന ആ ഒരു നേവി ബ്ലൂവിൻ്റെ ഷെയ്ഡാണ് ഇത്. ഇത് കണ്ടാൽ 2 ഒന്നാന്നല്ലേ തോന്നുള്ളൂ, പക്ഷെ 2 ഒന്നല്ല. അത് നേവി ബ്ലൂ. ഇതുണ്ടല്ലോ ഒരു വയലറ്റ് മിക്സ് ആയിട്ടുള്ള ടീൽ ബ്ലൂ മിക്സ് ആയിട്ടുള്ള കളറ്. ഒരു കാരണവശാലും മാറിപ്പോകരുത്. എന്നു പറയട്ടെ, നമ്പർ കൂട്ടിയ സ്ക്രീൻഷോട്ട് അയക്കാവുള്ളൂ, അല്ലെങ്കിൽ സാരി മാറിപ്പോകും. ഞങ്ങളിട്ട നമ്പർ ഇട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ നമ്പർ കൂട്ടിയ സ്ക്രീൻഷോട്ട് അയക്കാവുള്ളൂ. അടുത്തത് ഇത്, അതിനും ഇങ്ങനൊരു സെറിയുണ്ട് കണ്ടോ. എല്ലാം ഹാൻഡ്ലൂം കോട്ടൺ തന്നെ കേട്ടോ. ഇത് കുറേ കൂടി ബ്രൈറ്റ് ആയിട്ടാണ് വീഡിയോയ്ക്കകത്ത് കാണുന്നതെന്നാണ് പറയുന്നത്. അത്രയും ബ്രൈറ്റ്നെസ് ഇല്ല ലൈറ്റിൻ്റെ. ഇപ്പം കറക്റ്റായില്ലേ? ഒരു ലൈറ്റും കൂടി ഓണാക്കി, അപ്പം കറക്റ്റായി ഏകദേശം. ഇതും നേവി ബ്ലൂ എന്ന് തന്നെയാണ് പറയുന്നത്, പക്ഷേ ഇതിനൊരു വയലറ്റ് മിക്സ് ഉണ്ട്, അതാണ് അതിൻ്റെ പ്രത്യേകത. മറ്റേത് പക്കാ നേവി ബ്ലൂ കേട്ടോ. ഇതാണ് ഇതിനകത്ത് കൂടുതലൊന്നും കാണിക്കാനില്ല സാരി. ഇത് ഇങ്ങനെ വരുന്ന ബോർഡറും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഇത് കണ്ടോ. ഹാൻഡ്ലൂം കോട്ടൺ പ്രൊഫഷണൽസിനും ടീച്ചേഴ്സിനും അങ്ങനെയുള്ളവർക്കും ഒക്കെ ഓഫീസ് വെയർ ആയിട്ടോ സെമി ഫങ്ഷൻ വെയർ ആയിട്ടോ ഒക്കെ ഇടാം. ഇനി ഇത് ഞാൻ ഒന്നും കൂടെ കാണിച്ചോ. വേറൊരു മെറൂണാണ് അല്ലേ? 2 മെറൂണുണ്ട് കേട്ടോ. ഇത് വേറൊരു മെറൂൺ. ഞാൻ ഉടുത്ത മെറൂൺ ഇതല്ല, മറ്റേ മെറൂണാണ്. ഇതിച്ചും കൂടെ ഒരു ബ്ലാക്കിഷ് മിക്സ് ആയിട്ടുള്ള മെറൂണ്. ഇതിൻ്റെയും ടാസിൽ കണ്ടോ, ഇങ്ങനെ 2 കളറിൽ പിടിപ്പിച്ചിട്ടുണ്ട്. എന്താ അടിപൊളിയായിട്ടുള്ള ഇഷ്ടം പോലെ സാരീസ് ഇന്നലെ വന്ന് ചാടിയിട്ടുണ്ട്. എനിക്ക് കാണിക്കാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാം കൂടെ ഒരു ദിവസവും അങ്ങോട്ട് ആർത്തി പിടിച്ച് കാണിക്കണമെന്നോ അങ്ങനെ എന്തോ ഒരു വിചാരം. ഒരു ടൈപ്പ് സാരിയും കൂടെ കാണിക്കാവേ. അതെനിക്ക് ഉടുത്ത് കാണിക്കാൻ കാണിക്കണോ? അല്ല വേണ്ട, അത് അടുത്ത ദിവസം കാണിക്കാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.